പീഡനക്കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അല്പം ആശ്വാസം. ഡിസംബർ 5 വരെ അറസ്റ്റ് പാടില്ലെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. 15-ന് രാഹുൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ വീണ്ടും പരിഗണിക്കും. കേസിൽ വിശദമായ വാദം കേൾക്കണമെന്ന് കോടതി വ്യക്തമാക്കി. കേസ് ഡയറി ഹാജരാക്കാനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേരത്തെ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രാഹുലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. തുടർന്നാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത്. അതിനിടെ രാഹുലിനെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് കേരള പോലീസ്. ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞതോടെ കർണാടകയിലുള്ള പോലീസ് സംഘം കേരളത്തിലേക്ക് തിരിച്ചു വരുമെന്നാണ് സൂചന. രാഹുൽ എവിടെയാണെന്ന് പോലീസിന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കർണാടകത്തിലെ ഉൾഗ്രാമങ്ങളിലാണ് രാഹുൽ ഒളിച്ചു കഴിയുന്നതെന്ന നിഗമനത്തിലാണ് പോലീസ്. ബാഗല്ലൂരും ഹൊസൂറും കേന്ദ്രീകരിച്ച് വ്യാപകമായ തിരച്ചിലിലായിരുന്നു പോലീസ്. പാലക്കാട്ട് നിന്ന് പൊള്ളാച്ചിയിലെത്തി അവിടെ നിന്ന് തമിഴ്നാട് അതിർത്തിയിലുള്ള ബാഗല്ലൂർ വഴിയാണ് രാഹുൽ ബംഗളൂരുവിലേക്ക് കടന്നതെന്നാണ് റിപ്പോർട്ട്. കർണാടകയിലുള്ള നേതാക്കളാണ് രാഹുലിന് സംരക്ഷണ കവചം ഒരുക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതാണ് പോലീസിന് രാഹുലിന് സമീപത്തേക്ക് എത്താൻ സാധിക്കാത്തത്. പോലീസിൻ്റെ നീക്കം രാഹുലിനെ സംരക്ഷിക്കുന്നവർക്ക് ചോർന്നു കിട്ടുന്നതായും റിപ്പോർട്ടുകളുണ്ട്. പോലീസ് ബംഗളൂരുവിൽ എത്തിയതോടെ അതീവ ജാഗ്രതയിലാണ് രാഹുലിനെ സംരക്ഷിക്കുന്നവർ. പോലീസിൻ്റെ ആദ്യ നീക്കങ്ങൾ തന്നെ രാഹുലിനെ സംരക്ഷിക്കുന്നവർക്ക് ചോർന്നു കിട്ടി. ബംഗളൂരുവിൽ മലയാളിയായ അഭിഭാഷകരുടെ സംരക്ഷണയിലാണ് രാഹുൽ എന്നാണ് പോലീസിൻ്റെ നിഗമനം. ഇവർ വഴിയാണ് പോലീസിൻ്റെ നീക്കങ്ങൾ ചോർന്നു കിട്ടിയതത്രേ. 2 തവണ പോലീസ് രാഹുലിൻ്റെ തൊട്ടടുത്തെത്തിയതായും റിപ്പോർട്ടുണ്ട്. പോലീസ് എത്തുന്നതിന് തൊട്ടു മുമ്പാണ് രാഹുൽ കടന്നു കളഞ്ഞത്. അഭിഭാഷകയുടെ സഹായിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. ഇയാളിൽ നിന്നാണ് രാഹുലിൻ്റെ ഒളിയിടങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് തെരച്ചിൽ കടുപ്പിച്ചു. അതിനിടെയാണ് താൽക്കാലികമായി അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഹൈക്കോടതി നിർദ്ദേശം വന്നത്. രാഹുലിനെതിരെയുള്ള 2ാമത്തെ കേസിൽ നിർണായക നീക്കങ്ങളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. ബംഗളൂരുവിൽ നിന്നുള്ള 23-കാരിയാണ് രാഹുലിനെതിരെ പരാതി നൽകിയിട്ടുള്ളത്. യുവതിയുമായി പോലീസ് ഫോണിൽ സംസാരിച്ചു. ഉടൻ ഇവരുടെ മൊഴിയെടുക്കും. ഡിസംബറിൽ രാഹുലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ പുതിയ പരാതിയുടെ വിവരങ്ങൾ പോലീസ് ഹൈക്കോടതിയെ അറിയിക്കും. 2ാമത്തെ കേസ് കൂടുതൽ ഗൗരവമുള്ളതാണെന്ന സൂചനയാണ് വരുന്നത്. വിവാഹ വാഗ്ദാനം നൽകി ക്രൂരമായി ബലാത്സംഗം ചെയ്തെന്ന പരാതിയാണ് യുവതി ഉന്നയിച്ചിരിക്കുന്നത്. അതിനിടെ രാഹുലിനെതിരെ കൂടുതൽ പരാതികൾ വന്നേക്കുമെന്നും സൂചനയുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് തന്നെയുള്ള കൂടുതൽ ഗൗരവമുള്ള പരാതി രാഹുലിനെതിരെ ഉയർന്നിരുന്നു. ഇത് സംബന്ധിച്ച അന്വേഷണത്തിലാണ് പോലീസ്. അതിനിടെ ഇരകളെ സ്വാധീനിക്കാനുള്ള ശ്രമവും നടക്കുന്നതായി റിപ്പോർട്ടുണ്ട്. വൻ വാഗ്ദാനങ്ങൾ നൽകിയാണ് ഇരകളെ പരാതി നൽകുന്നതിൽ നിന്ന് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതത്രേ.